ഹായ് ഫ്രണ്ട്സ്, ലോകത്തിലെ റെയിൽവേകൾ ശരിക്കും ഭീമാകാരമായ ചില ട്രെയിനുകളുടെ വികസനം കണ്ടിട്ടുണ്ട്. ഏറ്റവും ഭാരമേറിയതും നീളമുള്ളതുമായ ട്രെയിൻ മുതൽ ഉയർന്ന ശേഷിയുള്ള പാസഞ്ചർ ജയൻസ് വരെ അതിൽപ്പെടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ 5 ട്രെയിനുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്പർ 5, BHP അയൺ ഓർ ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വിപുലമായ ട്രെയിൻ ഓപ്പറേഷനുകളിൽ ഒന്നാണിത്. ഇത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പിൽബാറ മേഖലയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഭൂപ്രകൃതിയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലുതും ഭാരമേറിയതുമായ ചരക്ക് തീവണ്ടികളിൽ ഒന്നായി ഇത് പ്രശസ്തി നേടിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഈ അത്ഭുതം 1.55 മൈൽ ദൂരത്തേക്ക് വ്യാപിക്കുന്നു. ഇത് ഏകദേശം 2.5 കിലോമീറ്റർ നീളമുണ്ട്. ഇതതിന്റെ റെയിൽ എതിരാളികൾക്കിടയിൽ ഒരു ഭീമാകാരനാണ്. ഗുഡ് ഓൾഡ് അയൺ ഓർ വക്കോളം കയറ്റിയിരിക്കുന്ന ഈ ട്രെയിൻ 682 ഓർ കാർസ് നിർമ്മിക്കുന്നു. എല്ലാം ഈ ചരക്കിന്റെ ഗണ്യമായ അളവിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മുഴുവൻ ട്രെയിനും പൂർണ്ണമായി ലോഡ് ചെയ്യുമ്പോൾ സ്കെയിലുകൾ 99,800 ടണ്ണായി ഉയർത്തി അമ്പരപ്പിക്കുന്ന ഭാരമുണ്ടാകും. 1960കളുടെ അവസാനത്തിൽ BHP പിൽബാര മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ തുടങ്ങിയതോടെയാണ് ട്രെയിനിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇത് റെയിൽവേ ട്രാക്കുകളുടെ വിപുലമായ ശൃംഖല സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. അതിനുശേഷം രാജ്യത്തിന്റെ ഇരുമ്പ് കയറ്റുമതി വ്യവസായത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിവിധ ഖനന സ്ഥലങ്ങളിൽ നിന്ന് തിരക്കേറിയ തുറമുഖ സൗകര്യങ്ങളിലേക്ക് ഇരുമ്പയിര് തടസ്സമില്ലാതെ കൊണ്ടുപോകുന്നതിൽ ഈ ട്രെയിൻ പ്രധാന പങ്കുവഹിച്ചു. നമ്പർ 4, ബർണാബാൻഡ് ബെയ്ലി ആൻഡ് റിംഗ്ലിംഗ് ബ്രദേഴ്സ് സർക്കസ് ട്രെയിൻസ്. പ്രായം കൂടുന്തോറും സർക്കസിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾക്ക് അല്പം മാറ്റം വന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ബർണാബാൻഡ് ബെയ്ലിയെയും റിംഗ്ലിംഗ് ബ്രദേഴ്സിനെയും പോലെ ആരും അത് ചെയ്തിട്ടില്ല. അവർ പട്ടണത്തിൽ വന്നപ്പോൾ എല്ലാവരും അതറിഞ്ഞു. അവരുടെ കൂറ്റൻ കാരവൻ കേവലം ഒരു തീവണ്ടി ആയിരുന്നില്ല, മറിച്ച് ഒന്നിലധികം ട്രെയിനുകളുടെ ഒരു വാഹന വ്യൂഹമായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഒരു ഘോഷയാത്ര. ഈ ഐതിഹാസിക കാരവനുകൾ അവരുടെ മൃഗങ്ങൾ, സർക്കസ് സാമഗ്രികൾ എന്നിവയുടെ വിപുലമായ പരിവാരങ്ങളോടെ വലിപ്പത്തിന്റെയും കാഴ്ചയുടെയും വിസ്മയകരമായ പ്രദർശനത്തിൽ ഭൂപ്രകൃതിയെ വ്യാപിപ്പിക്കുന്നു. ഈ സർക്കസ് ട്രെയിനുകൾ കേവലം ഒരു പ്രവൃത്തി മാത്രമായിരുന്നില്ല, അവ മുഴുവൻ ചലിക്കുന്ന പട്ടണമായിരുന്നു, ചക്രങ്ങളിലുള്ള കാർണിവലായിരുന്നു. അതുപോലെ രാജ്യത്തിന്റെ കൂട്ടായ ഭാവനയെ പിടിച്ചുലയ്ക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ട്രെയിനുകളായിരുന്നു ഇവ. ഇത് കേവലം 1-2 ട്രെയിനുകളല്ല, മറിച്ച് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും ബിഗ് ടോപ്പിന്റെ മാസ്മരികത കൊണ്ടുവന്നതിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സർക്കസ് ട്രെയിനുകൾ ഏകദേശം 60 കാറുകളുള്ളതും സൈക്കിളുകളിൽ 2 വർഷത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പര്യടനം നടത്തുന്നതുമായ ഒരു വലിയ പ്രവർത്തനമായിരുന്നു. നമ്പർ 3, കരാജസ് റെയിൽവേ ട്രെയിൻസ്. ഈ റെയിൽവേ ട്രെയിനുകൾ ബ്രസീലിന്റെ വ്യാവസായിക ഇൻഫ്രാസ്ട്രക്ചറിന്റെ അവിഭാജ്യ ഘടകമാണ്. കൂടാതെ പാരാസ്റ്റേറ്റിലെ കരാജസ് ഖനികളിൽ നിന്ന് സാറ്റിലെ പോണ്ട ഡെ മഡേറ മാരിടൈം ടെർമിനലിലേക്ക് ഇരുമ്പയിര് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക ലിങ്കായി അവ പ്രവർത്തിക്കുന്നു. ഇത് ആഗോളതലത്തിൽ ഏറ്റവും വലിയ ഖനന കമ്പനികളിൽ ഒന്നാണ്. ആഭ്യന്തരമായും അന്തർദേശീയമായും ഇരുമ്പയിരിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി 1980കളുടെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ റെയിൽവേക്ക് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. 1982 ഓഗസ്റ്റിൽ ആദ്യത്തെ 9 മൈൽ പാളങ്ങൾ സ്ഥാപിച്ചതിനു ശേഷം 1994 റെയിൽ റോഡിന്റെ സാധ്യതാ പഠനങ്ങളും എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകളും ആരംഭിച്ചു. എന്നാൽ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് 11 വർഷത്തിന് ശേഷം 1995 ഫെബ്രുവരി 28-നാണ്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായ തീവണ്ടിയായി ഇതറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതുമായ ട്രെയിൻ വാഹന വ്യൂഹങ്ങൾക്ക് പേര് കേട്ടതാണ് കരാജസ് റെയിൽവേ. ഇരുമ്പയിര് കയറ്റാൻ കഴിയുന്ന 330 വാഗണുകൾ ഉൾപ്പെടുന്ന ഈ ഭീമാകാരമായ ട്രെയിനുകൾക്ക് നിരവധി കിലോമീറ്ററുകൾ നീളത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഓരോ ട്രെയിനിനും 4,22,000 ടൺ ഭാരവും ഉണ്ടാകും. വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ ഇത്രയും വലിയ അളവിൽ അയിര് കൊണ്ടുപോകാൻ ആവശ്യമായ കരുത്തുറ്റ എഞ്ചിനീയറിംഗ് ഇത് പ്രദർശിപ്പിക്കുന്നു. സാമ്പത്തിക പ്രാധാന്യമുണ്ടായിരുന്നിട്ടും ഈ റെയിൽവേ അതിന്റെ പാരിസ്ഥിതിക ആഘാതത്തെ കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ നേരിട്ടിട്ടുണ്ട്. വനനശീകരണം, തദ്ദേശീയ സമൂഹങ്ങളുടെ സ്ഥാനചലനം, ആമസോൺ മഴക്കാടുകളിലെ പാരിസ്ഥിതിക തകർച്ച എന്നിവ സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. നമ്പർ 2, BNSF റെയിൽവേ.
സെവൻ നോർത്ത് അമേരിക്കൻ ക്ലാസ് 1 റെയിൽ റോഡുകളുടെ എലൈറ്റ് സർക്കിളിന്റെ ഭാഗമായ BNSF 35,000 ജീവനക്കാരടങ്ങുന്ന ഭീമാകാരമായ ഒന്നായി നിലകൊള്ളുന്നു. അതിന്റെ വിപുലമായ ശൃംഖലയിൽ ഉടനീളം അതിശയിപ്പിക്കുന്ന ലോജിസ്റ്റിക്സിന്റെ ഒരു സിംഫണി അവർ സംഘടിപ്പിക്കുന്നുണ്ട്. 28 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന 3200-ലധികം മൈൽ ട്രാക്ക് BNSFന്റെ സ്വാധീനം അത് സഞ്ചരിക്കുന്ന ഭൂപ്രകൃതി പോലെ തന്നെ വിപുലമാണ്. ഈ റെയിൽ ടൈറ്റൻ അതിന്റെ ബാനറിന് കീഴിൽ ഏകദേശം 8,000 ലോക്കോമോട്ടീവുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് രാജ്യത്തുടനീളമുള്ള പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന വാണിജ്യ ധമനികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കിഴക്കും പടിഞ്ഞാറും US-നുമിടയിൽ 3 ഭൂഖണ്ഡാന്തര റൂട്ടുകൾ ലൈഫ് ലൈനായി പ്രവർത്തിക്കുന്നതിനാൽ ദൂരത്തിലുടനീളം ചരക്കുകളുടെയും വിഭവങ്ങളുടെയും ഒഴുക്ക് ക്രമീകരിക്കുന്ന ശാശ്വതമായ ചലനത്തിലുള്ള ഒരു രാജ്യത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയമിടിപ്പാണ് BNSF എന്ന് തന്നെ പറയാം. BNSF റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിനുകളിൽ ചിലത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ബഹുമതി സ്വന്തമാക്കുകയും ചെയ്തു. അതിന്റെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യം 2.5 മൈൽ നീളത്തിൽ 450 മൈൽ മുതൽ 458 വാഗണുകൾ വരെ ഈ ഗതാഗതം ജഗ്ഗർനട്ട് 435 വാഗണുകളുള്ള 3 കിലോമീറ്റർ അളന്ന BNSF സ്ഥാപിച്ച മുൻ റെക്കോർഡുകളാണ് തകർത്തത്. 7 ലോക്കോമോട്ടീവുകളുടെ അതിശക്തമായ അസംബ്ലി ഉപയോഗിച്ച് അതിന്റെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പര്യവേഷണം അവരുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ നിമിഷമായി അടയാളപ്പെടുത്തി. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ക്ലോവിസിലേക്കുള്ള റൂട്ടിൽ ദീർഘദൂര ട്രെയിനുകൾ പരീക്ഷിക്കുന്നതിനായി 2007-ൽ തുടങ്ങിയ ഓപ്പറേറ്ററുടെ വിഷണറി സംരംഭത്തിന്റെ ഒരു ഭാഗമായ എക്സ്പെഡീഷൻ അവരുടെ ചരിത്രത്തിൽ ഒരു നിർണായക നിമിഷമായി അടയാളപ്പെടുത്തി. ചരക്ക് ഗതാഗത മേഖലയിൽ അതിന്റെ പദവി ഉറപ്പിച്ചുകൊണ്ട് BNSFന്റെ ട്രെയിൽ ബ്ലേസിംഗ് സ്പിരിറ്റിൽ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർത്തു. നമ്പർ 1, കാനഡ നാഷണൽ റെയിൽവേ. വടക്കേ അമേരിക്കൻ ഗതാഗത വ്യവസായത്തിന്റെ ആണിക്കല്ലാണ് കനേഡിയൻ നാഷണൽ റെയിൽവേ. കാനഡയെ കടന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വ്യാപിക്കുന്ന വിശാലവും വിപുലവുമായ റെയിൽ ശൃംഖലയ്ക്ക് പേരുകേട്ടതാണ്. ഇതിന്റെ സഹായത്തോടെ ഭൂഖണ്ഡത്തിലുടനീളമുള്ള ചരക്കുകളുടെയും വിഭവങ്ങളുടെയും ചലനം സുഗമമാക്കുന്നതിൽ റെയിൽവേ നിർണായക പങ്കുവഹിക്കുന്നു. ഈ റെയിൽവേ ശൃംഖല ഏകദേശം 32,800 മൈൽ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ റെയിൽവേയുടെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് വിന്നിപെഗിൽ നിന്ന് പസഫിക് തീരത്തേക്ക് വ്യാപിച്ച ഗ്രാൻഡ് ട്രങ്ക് പസഫിക് റെയിൽവേയുടെ നിർമ്മാണമാണ്. കമ്പനി നിരവധി ബ്രാഞ്ച് ലൈനുകൾ നിർമ്മിക്കുകയും പ്രധാന നഗരങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രൈറി പ്രവിശ്യകളിലുടനീളം അതിന്റെ ശൃംഖല വിപുലീകരിക്കുകയും ചെയ്തു. ഈ വിപുലീകരണങ്ങൾ ചരക്കുകളുടെയും ആളുകളുടെയും ഗതാഗതം സുഗമമാക്കി മാറ്റി. കൂടാതെ ഈ മേഖലയിലെ സാമ്പത്തിക വളർച്ചയും വികസനവും പ്രോത്സാഹിപ്പിച്ചു. CNR പ്രവർത്തിപ്പിക്കുന്ന ട്രെയിനുകളുടെ കാര്യത്തിൽ കമ്പനി അതിന്റെ OPS ടീം സുഗമമാക്കുന്നതിന് വിവിധ ലോക്കോമോട്ടീവുകളും റോളിംഗ് സ്റ്റോക്കുകളും ഉപയോഗിച്ചു. അതായത് 4610 വീലറുകൾ യാത്രക്കാരുടെ സേവനങ്ങൾക്കായി ഉപയോഗിച്ചു. അതേസമയം ചരക്ക് ഗതാഗതത്തിനായി 2.80 കൺസോളിഡേഷൻ ലോക്കോമോട്ടീവ്സും ഉപയോഗിച്ചു. ഇപ്പോൾ വർഷങ്ങളായി CNR അതിന്റെ റോളിംഗ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുകയും കാര്യക്ഷമതയും സേവന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി ആധുനിക ലോക്കോമോട്ടീവുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നുള്ള സാമ്പത്തിക വെല്ലുവിളികൾ കാരണം കനേഡിയൻ നോർത്തേൺ റെയിൽവേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടു. 1918-ൽ അതിന്റെ നാഷണലൈസേഷനിലേക്ക് അത് നയിക്കുകയും ചെയ്തു. സർക്കാർ CNRനെ മറ്റ് റെയിൽവേകളുമായി ലയിപ്പിച്ച് കനേഡിയൻ നാഷണൽ റെയിൽവേ രൂപീകരിച്ചു. CNRന്റെ സൃഷ്ടി കാനഡയിലെ റെയിൽവേ പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റിലും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായി മാറി. പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ റെയിൽവേ വ്യവസായത്തെ രൂപപ്പെടുത്തുന്ന മാറ്റങ്ങൾക്കും നവീകരണ ശ്രമങ്ങൾക്കും അത് തുടക്കമിട്ടു. 482 പർവ്വതങ്ങളും ആകർഷണീയമായ 282 മെക്കാറ്റോയും പോലെയുള്ള സ്ട്രീം ലൈൻഡ് ലോക്കോമോട്ടീവുകളുടെ സവിശേഷതയായ ഒരു യുഗത്തിന്റെ തുടക്കവുമായി 1927-ലെ കോൺഫെഡറേഷൻ ലോക്കോമോട്ടീവുകൾ മാറി. 1940-കളുടെ തുടക്കത്തിൽ വൈദ്യുതീകരണത്തിലേക്ക് ചാർജ് ചെയ്യപ്പെടുകയും 1950-കളിൽ കനേഡിയൻ കപ്പലിൽ 3 ഇലക്ട്രിക് ക്യാബുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 1966-ൽ മോൺട്രിയൽ ടു ടൊറന്റോ സർവീസിനായി 57C കാർ UAC ടർബോ ട്രെയിനിന് CNR ഓർഡർ നൽകി. 1982 വരെ അവരുടെ ടർബോ ട്രെയിൻ യുഗം അടയാളപ്പെടുത്തുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ 5 ട്രെയിനുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.